Hi friends, ഇന്നത്തെ റെസിപ്പി ചിക്കൻ ചീസ് പാസ്തയാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 350 ഗ്രാം പാസ്ത, 250 ഗ്രാം ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത്, 3 തക്കാളി, 3 ചീസ് സ്ലൈസ്, 4 വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു മീഡിയം സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 100 ഗ്രാം Mozzarella Cheese, 1 ടീസ്പൂൺ ഇടിച്ച മുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഫസ്റ്റ് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം തക്കാളിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. തക്കാളി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചിക്കൻ പകുതി ഒന്ന് വെന്താൽ മതി. ഇനി ഇതിലേക്ക് സവാള ചേർക്കാം. വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടിച്ചു വെച്ച തക്കാളി ചേർക്കാം. ഇതിലേക്ക് ഇടിച്ച മുളകും കൂടി ഇട്ടുകൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് 3 സ്ലൈസ് ചീസ് ഒന്ന് കട്ട് ചെയ്തിടാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പാസ്ത ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് കവർ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ പാസ്തയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് Mozzarella ചീസ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ലാസ്റ്റ് ഇതിൻ്റെ മേലെ ചീസ് ഇടാം. ഇനി ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവണം. കവർ ചെയ്ത് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെക്കാം. ഇപ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.